അമേരിക്കയുടെ ആക്രമണത്തിൽ ഇന്ത്യ ശക്തമായിട്ടുള്ള പ്രതിഷേധം അമേരിക്കൻ അംബാസഡർമാരെ വിളിച്ചു വരുത്തി നടത്തിയിരിക്കുകയാണ്. ലോകമെങ്ങും ഇപ്പോൾ ഈ ഒരു വിഷയം തന്നെയാണ് ചർച്ചയാവുന്നത്. ഹോർമുസ് കംപ്ലീറ്റ്ലി അടഞ്ഞിരിക്കുകയാണ്. അപ്പം നിലവിൽ അമേരിക്ക ഇന്ത്യ ബന്ധത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വിള്ളലുകൾ വരാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ തന്നെ പല രീതിയിലുള്ള വിള്ളലുകളുണ്ട്. അത് കൂടുതൽ സങ്കീർണമാവാനുള്ള സാധ്യതയുണ്ടോ? നമുക്കറിയാം, 2ഓളം കപ്പലുകളെയാണ് അമേരിക്ക ആക്രമിച്ചത്. ഇതിൽ പോലും നിരവധി സംശയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്കയാണോ ആക്രമിച്ചത് അതോ ഇറാനാണോ ആക്രമിച്ചത് തുടങ്ങിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പം മാറിത്തീരുന്നുണ്ട്. 3ഓളം വരുന്ന ഈ കപ്പലിൽ ജോലി ചെയ്യുന്ന ആളുകളെയാണ്, നമുക്ക് ഇന്ത്യക്കാരെയാണ് നഷ്ടമായത്. അപ്പം എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഈ അമേരിക്ക ഇന്ത്യ ബന്ധം കൂടുതൽ വഷളാവുകയാണോ? ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനുള്ളിൽ അമേരിക്കൻ എംബസിയിലെ 2 ഉദ്യോഗസ്ഥരെ 2 തവണ അമേരിക്കൻ എംബസിയുടെ ഫസ്റ്റ് സെക്രട്ടറിയെ നമ്മുടെ വിദേശകാര്യ വകുപ്പ് വിളിച്ചു വരുത്തി ഇന്ത്യയുടെ പ്രതിഷേധം അറിയിച്ചു. അത് ഇംഗ്ലീഷ് അതിന് സമൺ ചെയ്യുക എന്നാണ് പറയുന്നത്. അല്ലാതെ താങ്കൾ ഇങ്ങോട്ടൊന്ന് വരണം, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് വിനയപൂർവ്വം പറയുകയല്ല. സമൻസ് അയക്കുക എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. സമൻസ് എന്നുള്ളൊരു വാക്ക് ഇംഗ്ലീഷ് വാക്കാണ്. സമൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നേ പറ്റൂ എന്നുള്ള ഒരു കർശന നിർദ്ദേശം. ആ കർശന നിർദ്ദേശം അവർക്ക് 40 മിനിറ്റോളം നീണ്ടു നിന്ന ഇന്ത്യയുടെ പ്രതിഷേധം ഇന്ത്യയെ വാക്കാൽ അറിയിക്കുക. അവർക്ക് റിട്ടേൺ ആയിട്ട്, അതിന് നയതന്ത്ര ഭാഷയിൽ പറഞ്ഞാൽ ഡെയ്മാഷ് എന്ന് പറയും. ഡെയ്മാഷ് എന്ന ഒരു പ്രതിഷേധ കത്ത് അവർക്ക് ഔദ്യോഗികമായിട്ട് നൽകുകയും ചെയ്തു. അമേരിക്ക സാധാരണഗതിയിൽ അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധികളെ ഒന്നും ഒരു രാജ്യവും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി വാൺ ചെയ്യാറൊന്നുമില്ല. അതൊന്നും അമേരിക്കയ്ക്ക് പതിവുള്ളതല്ല. അമേരിക്കയ്ക്ക് അങ്ങനെ പരിചയവുമില്ല. അമേരിക്ക ബാക്കിയുള്ളവരുടെ നേരെ അങ്ങനെയൊക്കെ നടത്തും. ഇപ്പൊ ഇതിന്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം 3 കപ്പലുകൾക്ക് നേരെ ഹോർമൂസിന്റെ അടുത്ത് വെച്ചും ഒമാൻ ഉൾക്കടലിൽ വെച്ചും ആക്രമണമുണ്ടായി. ഇന്ത്യക്കാരായ ഒരു 3 പേര് ഇതിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഒരാളുടെ ബോഡി കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോ ഈ സാഹചര്യത്തിൽ ആദ്യം അമേരിക്ക പറഞ്ഞു, അമേരിക്ക കൊടുത്ത വാണിംഗ് വകവെക്കാതെ മുന്നോട്ട് കപ്പലെടുത്തത് കൊണ്ടാണ് ഈ ആ ആക്രമണത്തിന് അവർ നിർബന്ധിതമായത് എന്ന് പറഞ്ഞു. പക്ഷേ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് നിരായുധമായ ഒരു കച്ചവട കപ്പലിനെ ആക്രമിക്കാൻ ഒരു നിയമവും ഇല്ല. അപ്പോ അമേരിക്ക വാണിംഗ് കൊടുക്കുന്നത് അമേരിക്കയുടെ അധീന പ്രദേശത്തൊന്നും അല്ലായിരുന്നു ഈ കപ്പലുകൾ. ഇത് മറ്റൊരു രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലോ ഇന്റർനാഷണൽ വാട്ടർ വേയിലോ ആയിരുന്നു. ഇതൊന്നും ആലോചിക്കാതായിരിക്കണം ആദ്യം അമേരിക്ക പതിവ് രീതിയിൽ, എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും, നീ ആരാണെന്ന് വെച്ചാ നീ എന്താന്ന് വെച്ചാ ചെയ്യേ എന്നുള്ള രീതിയിലായിരുന്നു അമേരിക്കയുടെ ആദ്യത്തെ പ്രതികരണം. പക്ഷെ തുടർച്ചയായിട്ട് 2 തവണ അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിദേശകാര്യ വകുപ്പ് പ്രതിഷേധം അറിയിച്ചതോടുകൂടി ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ വിഷയത്തിൽ മറുപടിയുമായിട്ട് വന്നു. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇത് ഇറാന്റെ ഡ്രോണുകളോ മിസൈലോ ആണ് ഈ കപ്പലുകളെ തകർത്തതെന്നാണ്. ഇങ്ങനെ അല്ലായിരുന്നു അമേരിക്ക ആദ്യം പറഞ്ഞത്. എന്തായാലും ശരി, അമേരിക്കയ്ക്ക് ഇന്ത്യ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെ ഉയർത്തി. മാത്രവുമല്ല, ഈ വിഷയം പല രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളതും അമേരിക്ക തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം, ഈ ഹോർമൂസ് കടലിടുക്കിലും അതുപോലെ തന്നെ ഇതിന് ഒമാൻ തീരത്തുമൊക്കെ ധാരാളം ചൈനീസ് കപ്പലുകളുണ്ട്. ചില ചൈനീസ് കപ്പലുകൾ ഗോസ്റ്റ് ഷിപ്പ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിറ്റി നമ്പറൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് വരുന്ന കപ്പലുകളാണ്. പക്ഷെ ഒരൊറ്റ ചൈനീസ് കപ്പലിനെ ആക്രമിക്കാൻ അമേരിക്ക ധൈര്യപ്പെട്ടിട്ടില്ല. ഇനി മറ്റൊരു വിഷയം, സിംഗപ്പൂരിന്റെയും മലേഷ്യയുടെയും തീരത്തു നിന്ന് മാറി ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ ഒരുപക്ഷെ ഈ 2 രാജ്യങ്ങളുടെയും എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് പറയപ്പെടുന്ന കടലിൽ വെച്ച് തന്നെ ഈ കള്ളക്കടത്തായിട്ട് കൊണ്ടുവരുന്ന ഇറാനിയൻ ക്രൂഡ് ഓയില് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന രീതിയിൽ ചൈന
അതൊക്കെ ചൈനീസ് ബോട്ടുകളിലേക്ക് മാറ്റിയെടുത്ത് ചൈനയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഏത് സ്ഥലത്താണ് നടക്കുന്നതെന്ന് ഇന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. അതായത് സിംഗപ്പൂരിന്റെ തീരത്തിനടുത്തും മലേഷ്യയുടെ തീരത്തിനടുത്തും. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ ചൈനീസ് കപ്പലുകളെ ആക്രമിക്കാമല്ലോ. എന്താണ് ആക്രമിക്കാത്തത്? അപ്പോ ഇന്ത്യയോട് എന്തുമാകാം എന്നുള്ള ഇന്ത്യ താരതമ്യേന അമേരിക്കയുമായിട്ട് സൗഹൃദത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഇന്ത്യയെ ഒന്ന് പേടിപ്പിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഈ ആക്രമണം നടത്തിയത്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇന്ത്യ നടത്തിയതോടുകൂടി അമേരിക്ക ചൂടൊന്ന് മാറ്റി, ഒരു ചൂടൊന്ന് പിന്നോട്ട് വെച്ചു. സാക്ഷാൽ ട്രംപ് തന്നെ ഇറങ്ങി പിന്നെ സമാധാനിപ്പിക്കാനായിട്ട് ഇന്ത്യയെ. അല്ലെ, ഞങ്ങളൊന്നും അല്ല ഇത് ചെയ്തത്, ഇതൊക്കെ ചെയ്തത് വേണ്ട മറ്റവനാണ്, അവനുമായിട്ട് സംസാരിക്കാൻ പോലും കൊള്ളത്തില്ല, അങ്ങനെയാണ് ഇന്ന് പറഞ്ഞത്. ഇറാനുമായിട്ട് നമുക്ക് ഇടപെടാൻ പോലും പറ്റാത്ത രാജ്യമാണ്, അവന്മാരാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഞങ്ങളല്ല എന്ന് പറഞ്ഞ് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറും. ഇവിടെ ഈ ആക്രമിക്കപ്പെട്ട 3 കപ്പലുകളും ഇന്ത്യൻ പതാക ഉണ്ടായിരുന്നതല്ല, അത് നമ്മൾ ഓർക്കണം. ഇന്ത്യയുടെ ത്രിവർണ പതാക ഉള്ള കപ്പലുകളല്ല ഇത്. പലാവു, ഗിനിയ ബിസു എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളുടെ പേരിലാണ് ഈ കപ്പലുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നതും അതിലെ പതാകകളും ഒക്കെ. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 3 കപ്പലുകളിലും ഭൂരിഭാഗം ജീവനക്കാരും ഇന്ത്യക്കാരായിരുന്നു. ഇവിടെ ഒരു കുഴപ്പമായിട്ട് ഒരു പ്രതിസന്ധി ഞാൻ കാണുന്നത്, ലോകത്തിലെ മർച്ചന്റ് നേവി ഷിപ്പുകളിലെ ഏതാണ്ട് 17% ജീവനക്കാരും ഇന്ത്യക്കാരാണ്. അതായത് ഇപ്പം നിങ്ങൾ 100 ആൾക്കാരുള്ള ഒരു കപ്പൽ, 100 ജീവനക്കാരുള്ള ഒരു കപ്പല് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലെ ഏതാണ്ട് 20 ജീവനക്കാരുള്ള, ഒരുപക്ഷെ 20% ഇന്ത്യക്കാരാണ്. 17 തൊട്ട് 20 വരെ ശതമാനം ഇന്ത്യക്കാരാണ്. അപ്പൊ ഇത് എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും അതിൽ ഇന്ത്യക്കാരന് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഒരു പ്രതിസന്ധി നമ്മളും ഇപ്പൊ അനുഭവിക്കുന്നു. ഇത് ഇതുപോലെ ലോകത്തുണ്ടാകുന്ന സംഘർഷങ്ങളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് സമുദ്രത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതില് നമ്മുടെ ആൾക്കാര് ഈ മർച്ചന്റ് നേവി ഷിപ്പുകളിൽ നമുക്കുള്ള ഒരു മേധാവിത്വം കൂടിയാണ് ഇത് കാണിക്കുന്നത്. ലോകത്തെമ്പാടും നമ്മുടെ ആൾക്കാർ, ഇന്ത്യക്കാർ, ഇപ്പൊ എൻ്റെ ഒപ്പം പഠിച്ച നിരവധി ആൾക്കാർ മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നിങ്ങളുടെയൊക്കെ വീടിന്റെ പരിസരത്തൊക്കെയുള്ള ഒരുപാട് ആൾക്കാരും മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇന്ത്യക്ക് എവിടെ പിന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായാലും അതിൽ ഇന്ത്യക്ക് പരിക്കേൽക്കും. പക്ഷെ ഇവിടെ ഇതിൽ അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള അറിയാതെ വന്ന ഒരു സംഭവമല്ല. അതുകൊണ്ടാണ് ഇന്ത്യ കുറച്ചുകൂടെ ശക്തമായിട്ട് ഇതിനകത്തിൽ ഇടപെട്ടത്. കാരണം ഈ കപ്പലുകളിലൊക്കെ തന്നെ ഇന്ത്യക്കാരുണ്ടെന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. അത് ഒന്നാമത്തെ വിഷയം. ഇനി മറ്റൊരു വിഷയം, ഇവിടെ ഇത്തരം ഈ സംഭവം ഉണ്ടായത്, ഈ ആക്രമണം നടന്നത് ഒരു തരത്തിലും അമേരിക്കയ്ക്ക് അധികാരമുള്ള ഒരു സോണിലല്ല. ഇന്റർനാഷണൽ വാട്ടറിലൂടെ ആർക്കും എവിടെയും എപ്പോഴും സഞ്ചരിക്കാമെന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് നിരായുധമായ ഒരു കപ്പലിനെ ആക്രമിക്കാനുള്ള ഒരു ലൈസൻസ് ആരും ലോകത്തിൽ കൊടുത്തിട്ടില്ല. ഇവിടെ സംഭവിച്ചത് അമേരിക്കയുടെ ധാർഷ്ട്യമാണ്. നിയമങ്ങൾ അമേരിക്ക ഉണ്ടാക്കും, ലോകം മുഴുവൻ ആ നിയമങ്ങൾ അനുസരിക്കണം, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുപോലെ യുദ്ധത്തിന് മുമ്പ് ഇപ്പോ ഹോർമൂസ് കടലിടുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാം. ഹോർമൂസ് കടലിടുക്ക് യുദ്ധത്തിന് ശേഷമാണ് ഇപ്പോ അവിടെ അതുവഴി സഞ്ചരിക്കാനായിട്ട് ലൈസൻസ് ഫീയും ഒക്കെ ആവശ്യം വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഈ യുദ്ധത്തിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. അതാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഈ യുദ്ധത്തില് അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ സാധിച്ചില്ല. ഇപ്പം സമാധാന കരാർ ഒപ്പിടുമെന്നാണ് അമേരിക്ക പറയുന്നത്. നാണംകെട്ട ഒരു സമാധാന കരാറാവും. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്ര നാണക്കേടുണ്ടാക്കിയ ഒരു സമാധാന കരാർ ഒരു പ്രസിഡന്റിനും ഇതുവരെ ഒപ്പുവെക്കേണ്ടി വന്നിട്ടില്ല. ആ ക്രെഡിറ്റ് ലഭിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അമേരിക്കയുടെ ആവശ്യം ഒന്ന്, ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച അല്ലെങ്കിൽ ആയുധം നിർമ്മിക്കാൻ പറ്റുന്ന ഗ്രേഡിലുള്ള യുറേനിയം മുഴുവൻ കൈമാറണമെന്നാണ്. അതൊന്നും കൊടുത്തിട്ടൊന്നുമില്ല.
അത് എത്ര ഉണ്ടായെന്ന് പോലും അമേരിക്കയ്ക്ക് അസസ് ചെയ്യാൻ പറ്റിയില്ല. ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി IAECക്ക് അവിടെ അങ്ങനെ ഒരു പ്രവേശനം അനുവദിച്ചിട്ടുമില്ല ഇൻസ്പെക്ഷനായിട്ട്. അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇറാൻ പറയുന്നത് അമേരിക്ക ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന 24 ബില്യൺ US$ തിരികെ കൊടുക്കണമെന്നാണ്. അത് അമേരിക്ക സമ്മതിക്കുന്ന ലക്ഷണമാണ്. മൂന്നാമത്തേത്, അമേരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഖമനയിമാരുടെ ഭരണം നിർത്തിയിട്ട് ഇറാനിലെ മതഭരണകൂടം, തിയോക്രസി അവസാനിപ്പിക്കുകയും അവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം നിലവിൽ വരികയും ചെയ്യണമെന്നാണ്. അതും സമ്മതിച്ചിട്ടില്ല. അതായത് അമേരിക്കയുടെ ഒരാവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോ ഹോർമുസിലൂടെ സ്വതന്ത്രമായ നീക്കം, ചരക്കോ അല്ലെങ്കിൽ മറ്റ് കപ്പലുകളിലോ നീക്കത്തിന് ഇറാന് അനുമതി കൊടുത്താൽ തന്നെ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ഇറാന് ഹോർമുസിൽ ഞങ്ങൾ ചുങ്കം പിരിക്കുമെന്ന് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഴ്ചകളോടെ, നഷ്ടങ്ങളോടെ ആയിരിക്കും അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത്. എന്തായാലും ശരി, ഇന്ത്യ അതിശക്തമായിട്ട് തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, എനിക്ക് ഇന്നാണോ നാളെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട്, എന്തായാലും ഈ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് സന്ദർശിക്കുകയാണ്. 114 റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള അന്തിമ കരാറിൽ നമ്മൾ ഒപ്പിടാൻ പോവാണ്. നമ്മുടെ കണ്ടീഷൻ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അമേരിക്കയ്ക്ക് ഒരു ഞെട്ടലായിരിക്കും. പ്രസിഡന്റ് ട്രംപിനോട് അമേരിക്കയിൽ നിന്ന് ഒരുപാട് ചോദ്യം വരും. ഇത്ര വലിയ 36 തൊട്ട് 40 ബില്യൺ US$ വരെ വരുന്ന ഒരു ഡീല് തൊട്ടടുത്ത രാജ്യമായ ഫ്രാൻസ് അടിച്ചുകൊണ്ട് പോയപ്പോൾ നമ്മുടെ അമേരിക്കയുടെ കമ്പനികൾക്ക് കിട്ടേണ്ടതല്ലേ ഇത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടതെന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യം അവിടുന്ന് വരും. ചുരുക്കി പറഞ്ഞാല് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. ഇനി ഇന്ത്യ പഴയതുപോലെ ഒരു കാരണവശാലും അമേരിക്ക അങ്ങനെ അംഗീകരിക്കുമെന്ന് എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് എന്തായിരിക്കാം ഇന്ത്യ അമേരിക്കയ്ക്ക് കൊടുത്ത മുന്നറിയിപ്പ്? എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ക്വാഡ് സഖ്യത്തിൽ നിന്നും ഇന്ത്യ പിന്മാറും എന്ന മുന്നറിയിപ്പായിരിക്കണം അമേരിക്കയ്ക്ക് കൊടുത്തത്. അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവും. അതോടുകൂടി ചൈനയ്ക്ക് പിന്നെ ഈ മേഖലയിൽ ശത്രുക്കളില്ലാതെ, ഇന്ത്യയുടെ സഹായമില്ലാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ദക്ഷിണ ചൈന കടലിലോ ഒന്നും തന്നെ അമേരിക്കയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വിമാനവാഹിനി കപ്പലുകളൊന്നും ഇന്ന് പഴയതുപോലെ വലിയ ഇഫക്റ്റീവ് അല്ല. കാരണം ചൈനയുടെ കൈവശം കാരിയർ കില്ലർ എന്ന് പറയുന്ന ബലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഇന്ത്യയുടെ കൈവശമാണെങ്കിലോ ലോങ് റേഞ്ച് ആന്റി-ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ട്. 1500 കിലോമീറ്റർ ദൂരെ നിന്ന് വിടാവുന്നതാണ്, കരയിൽ നിന്ന് വിടാം. അത്തരം ഒരൊറ്റ മിസൈൽ മതി അമേരിക്കയുടെ ജെറാൾഡ് ഫോർഡിനെയോ USS എബ്രഹാം ലിങ്കനോ ഒക്കെ നടുവെ പിളർന്നു പോകും. 5000 നാവികര് കടലിൽ ഒഴുകി നടക്കും. 5000 ശവം എടുത്തുകൊണ്ട് പോകാനും ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കാരണം വീണ്ടും വീണ്ടും പുറകെ മിസൈൽ വരും. ഇപ്പൊ ഇറാന്റെ നേരെ അമേരിക്കയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇന്ത്യയുടെ ചൈനയുടെ നേരെ അമേരിക്കയ്ക്ക് ഒരു ദിവസം പോലും അമേരിക്കയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ലക്ഷദ്വീപിൽ നിന്നോ അതല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്നോ ലോഞ്ച് ചെയ്യപ്പെടുന്ന, വിക്ഷേപിക്കപ്പെടുന്ന ഒരൊറ്റ ഹൈപ്പർസോണിക് മിസൈൽ മതി അമേരിക്കയുടെ ഏത് വിമാനവും ഏത് കപ്പലും എത്ര ആധുനിക, എത്ര വലിയ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലും ഒറ്റ ഒരു മിസൈൽ കൊണ്ട് രണ്ടായിട്ട് പിളർന്നു പോകും. ഇതൊക്കെ അമേരിക്കയ്ക്ക് അറിയാം. അമേരിക്കയുടെ ഭക്തന്മാരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ കുറെ പേർക്ക് ഇത് പിടികിട്ടത്തില്ല. കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ഒക്കെ ഇരിക്കുന്നവര് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിലെ അമേരിക്കയുടെ പെരുമാറ്റത്തിൽ വലിയ നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ഇന്ത്യ 2 തവണ വാൺ ചെയ്തിട്ടും ട്രംപ് ഇന്ത്യക്കെതിരെ ഒന്നും പറഞ്ഞില്ല. പകരം ഇന്ത്യയുടെ പരാതി ഒന്ന് വഴിതിരിച്ച്, ഞങ്ങളല്ല ഇതൊന്നും ചെയ്തത്, രണ്ടല്ല അവനാണ് ചെയ്തത്, അവനെ 2 ചീത്ത വിളിക്കും എന്ന് പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കാനാണ് ട്രംപ് ഇപ്പൊ ശ്രമിക്കുന്നത്. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ അമേരിക്കയുടെ ഡിപ്ലോമസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ തിരിച്ചടികളാണ്. യുദ്ധം അവസാനിപ്പിച്ചു പോകാൻ, എങ്ങനെയെങ്കിലും തലയൂരിക്കൊണ്ട് പോകാനാ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ വെകിളി പിടിച്ച് നിൽക്കാൻ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ CNN-ൽ മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇറാനിൽ നിന്നും ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം തിരിച്ചു കൊണ്ടുപോകാനായിട്ടൊരു ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്താനായിട്ട് അമേരിക്കയുടെ ചീഫ് ഓഫ് ജോയിന്റ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ൻ ഒരു നിർദ്ദേശവും ഒരു ഡ്രാഫ്റ്റ് പദ്ധതിയൊക്കെ ട്രംപിന്റെ അടുത്ത് കൊണ്ടു. ട്രംപ് അതെടുത്ത് ദൂരക്കണം.
കാരണം ട്രംപിന് അറിയാം ഈ പോകുന്നവരാരും തിരിച്ചു വരത്തില്ലെന്ന്. ഒരു 2 മാസം മുമ്പ് ഇതുപോലൊരു പരിപാടിയായിട്ട് പോയതാണ്. അത് ഇസ്ഫഹാൻ പ്രോവിൻസ്, ഇറാന്റെ തെക്കുള്ള ഇസ്ഫഹാനിലാണ് അവരുടെ അണ്വായുധ ശേഖരമുള്ളത്. അല്ല, യുറേനിയം ശേഖരമുള്ളത്. ആ യുറേനിയം ശേഖരം തട്ടിയെടുക്കാൻ ഇസ്ഫഹാനിൽ പോയ അമേരിക്കൻ വ്യോമസേനയുടെ 2 വിമാനങ്ങളും അവർ തന്നെ തകർത്തിട്ട് മൂന്നാമതൊരു പ്ലെയിൻ വരുത്തി അതേ കയറി രക്ഷപ്പെട്ടു. അപ്പോ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല വിചാരിച്ചതുപോലെ. സായിപ്പിന് പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ കണ്ടിച്ചത് ഞാൻ കേട്ടറിയുന്നതിന്, അതൊക്കെ പഴയ കഥയാണ്. ഇപ്പം ആ പല്ല് അതുപോലെ ശൗര്യമില്ല. കാണാനൊക്കെ വലിയ ഗംഭീരമായ പട്ടിയാണ്, പക്ഷെ വായിൽ ഇപ്പൊ പല്ലൊന്നുമില്ല. ആ സ്ഥിതിയാണ്. എന്തായാലും ട്രംപ് ഇപ്പൊ കുരയ്ക്കുക മാത്രമേ ഉള്ളൂ, കടിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ ഒരിക്കൽ കൂടി നമസ്കാരം.